എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്ന. മോനെ റോണി, ആ കുട്ടി ഇപ്പം മിടിക്കുക. എന്താ വൈകിയത്? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ചിരിയിൽ നിറയണ കളർ സ്റ്റൈല്, കഴുകണ പുഴ സ്റ്റൈല്, കൂപ്പി ഇവിടുത്തെ വേലക്കാരനെന്ന് പ്രോബ്ലം ഉണ്ടോ? അറിയില്ല, ആളൊരു കോമൺ ടൈപ്പാണ്. നീ വാ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഞാൻ ആ പാരാസൈക്കോളജിസ്റ്റ് റോണി മാത്യുവിനെ വിളിക്കാൻ പോകണം. ആ ഭ്രാന്തനെ പോലുള്ള മനുഷ്യനോ മൃഗമോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭാവം നിന്റെ തലക്ക് വല്ലതുണ്ടോ? മാൻ, ഈസ് എ സയന്റിസ്റ്റ്. മനഃശാസ്ത്രത്തിൽ ഡിഗ്രിയും PGയും കഴിഞ്ഞ് പാരാസൈക്കോളജിയിൽ റിസർച്ചറാണ്. ഒരു ന്യൂജൻ നാറാണത്ത് ഭ്രാന്തൻ. ഞാൻ വിളിക്കാൻ പോകുന്നു. വിളി. വിവേക്. ഞാനാ. വെൽക്കം. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. വായിരിക്ക്. പ്രേതം ശരിക്കുള്ളതാണോ? പാരാസൈക്കോളജിയിൽ ഞങ്ങൾ അപ്പാരിഷണൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുക. ഒരു വ്യക്തി ജീവിതകാലം അയാളിലുള്ള വൈബ്രേഷൻസ് മീൻസ് സെറ്റ് ഓഫ് വൈബ്രേഷൻസ് മരിച്ചു കഴിഞ്ഞാലും അവശേഷിക്കുന്നു. അത് ചിലപ്പോൾ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താം. അതിനെ നമ്മൾ പ്രേതം കൂടി എന്നൊക്കെ പറയും. ഇതിലെന്തെങ്കിലും സയന്റിഫിക് ഉണ്ടോ? കേരളത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയുടെ പേര് പറയൂ. കാലിക്കറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റർ ഓഫ് സൈക്കോളജിയുടെ
സിലബസാണിത്. ഇതിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്ന ഭാഗം നോക്കൂ. അതിൽ ടെലിപ്പതി, പ്രീകോഗ്നിഷൻ, ക്ലാവോയൻസ്, മീഡിയൻഷിപ്പ്, അതായത് അതീന്ദ്രിയമായ കഴിവുകൾ. ടെലിപ്പതി മറ്റൊരാളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ്, ഭാവി കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. ക്ലാവോയൻസ് കണ്ണിൽ കാണാത്തത് കാണാനുള്ള കഴിവ്. മീഡിയൻഷിപ്പ് ആത്മാവുമായി കോൺവെർസേഷൻ നടത്താനുള്ള കഴിവ്. എനിക്ക് വിശ്വാസം വരുന്നില്ല. ആർട്സ് സബ്ജക്റ്റും സയൻസ് സബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആർട്സ് സബ്ജക്റ്റിൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ചിലപ്പോൾ പലതായിരിക്കും. ബട്ട് സയൻസ് അങ്ങനെയല്ല, സെയിം ആയിരിക്കും. കുറച്ച് സാൾട്ട് എടുത്ത് അതിൽ ഡയല്യൂട്ട് HCl മിക്സ് ചെയ്താൽ കാർബണേറ്റ് ആണെങ്കിൽ ബ്രിസ്ക് ഫ്രൻസ് കിട്ടും. അത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ഒന്ന് തന്നെയായിരിക്കും. ആർട്സ് സബ്ജക്റ്റിലാണെങ്കിൽ ഡിഫറൻസ് കാണാം. ഞാൻ കാണിച്ചത് ഒരു സയൻസ് സബ്ജക്റ്റിൻ്റെ സിലബസാണ്. ഗായത്രിക്ക് റെൻഫീൽ സിൻഡ്രോം എന്ന മാനസിക രോഗമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ രക്തം കുടിക്കുന്നതിൽ ആസക്തി ഉണ്ടാവും. ഇതറിഞ്ഞുകൊണ്ട് മനുവും സ്വന്തം ശരീരം മുറിച്ച് രക്തം കുടിക്കാൻ അനുവദിക്കുകയായിരുന്നു. അവളുടെ ഭാവിയെ കുറിച്ച് ഓർത്താ ഞാൻ. ഇതൊരു രോഗം മാത്രമാണ്. ഇത് തുടങ്ങുന്നത് ഓട്ടോവാങ്കാറിസം അഥവാ സ്വന്തം രക്തം കുടിച്ചുകൊണ്ടാണ്. ഞാൻ ഫാദർ കുരുവിളിയെ റെഫർ ചെയ്യുന്നു. അച്ഛൻ സുഖപ്പെടുത്തിയത്. എനിക്കറിയില്ല എനിക്ക് എന്താ ഈ ഗതി വന്നേന്ന്. പേടിക്കണ്ട, ഇത് ചികിത്സ കൊടുത്താൽ മാറും. ഗോഡ് ബ്ലെസ് യു. ഈ കുട്ടിയുടെ കേസിൽ മുഖത്തെ സ്കിൻ പ്രോബ്ലം കാരണം മറ്റുള്ള കുട്ടികളുടെ പരിഹാസവും മാനസിക നില തെറ്റിയും പിന്നെ മാനസിക സമ്മർദ്ദം കൊണ്ട് ഭക്ഷണം കഴിക്കാതെ വന്നപ്പോൾ ഹീമോഗ്ലോബിൻ കുറവ് മൂലം ഈ രോഗം വന്നതാ. ട്രീറ്റ്മെന്റ് ബ്ലഡ് ഇഞ്ചെക്ട് ചെയ്യുക, സൈക്കോതെറാപ്പി, പിന്നെ ആ ജോലിക്കാരൻ ചെക്കന് ഭ്രാന്ത് പിടിച്ചു. പിള്ളേര് പോയിട്ടുണ്ട് പിടിക്കാൻ. പിന്നെ വേറൊരു കേസില് പോലീസ് ഇടപെട്ടതാ. നിന്നെ വെച്ചൊരു പരീക്ഷ നടത്തിയാ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനാ പറഞ്ഞത്. ഗ്രേസിയുടെ പ്രേതം അലയുന്നുണ്ടെന്ന് കേട്ടു. പോസ്റ്റ്മോർട്ടത്തിൽ നിന്നൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഞാൻ ആ പെണ്ണിന്റെ ഫോട്ടോ അയക്കാം. ഹലോ, റോണി മാത്യു അല്ലേ? അതെ. ഗായത്രിക്ക് എന്താ അസുഖം? റെൻഫീൽ സിൻഡ്രോം. പ്രേതബാധയ്ക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, രക്തരക്ഷസിന് റൺഫീൽ സിൻഡ്രോം.